ഞാൻ ലൈഫിൽ പരിചയപ്പെട്ടിട്ടുള്ള പല ആൾക്കാരും, ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവർക്ക് അവരുടെ ലൈഫിൽ വളരെയധികം ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അതിന് അവർ പറയുന്ന കാരണം എന്താണെന്നറിയോ? സമയം ഇത്രയും ആയില്ലേ, ഈ ലൈഫ് ഇത്രയും വൈകിപ്പോയില്ലേ എന്നാണ്. അങ്ങനെ ലൈഫ് വൈകിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്, നിങ്ങളുടെ ഡ്രീംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിന്, നിങ്ങളുടെ ലൈഫിലെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ഹാപ്പിനെസ് കണ്ടെത്തുന്നതിന്, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മറികടക്കുന്നതിന്, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്നതിന്, ലൈഫ് ശരിക്കും ആസ്വദിക്കുന്നതിന് വൈകിപ്പോയിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. എന്താണെന്നറിയോ? സമയം ഇനിയും ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വൈകി പോയിട്ടില്ല. ഒരു 35, 40 ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, അവരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള പല ആൾക്കാർക്കും അവരുടെ ലൈഫിൽ യാതൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അവർക്കൊരു ലക്ഷ്യവുമില്ല. എനിക്ക് ഈ പ്രായമായിട്ടും ഒരിടത്തും എത്തിച്ചേരാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരോട് എനിക്കൊന്നും പറയാനുള്ളത്, അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒന്നും താമസിച്ച് പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സമയം ലേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സമയം ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അത് പ്രൈസ്ലെസ് ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കുറേ കാശ് നഷ്ടപ്പെട്ടു പോയാൽ കുറേ ഹാർഡ് വർക്ക് ചെയ്തോ ജോലി ചെയ്തോ ഒക്കെ നമുക്ക് കാശ് സമ്പാദിക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷങ്ങളും, അല്ലെങ്കിൽ ഓരോ മിനിറ്റും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ആരെങ്കിലും നമുക്ക് അതിന് പകരം കൊണ്ടുതരും? ഇന്നത്തെ എൻ്റെ 10 മിനിറ്റ് വേസ്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ 4 മണിക്കൂർ വേസ്റ്റ് ആയിപ്പോയി, നാളെ ആരെങ്കിലും കൊണ്ടുതരുമോ ഇന്നലെ വേസ്റ്റ് ആക്കി കളഞ്ഞ സമയമാണെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് സമയം, അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്. അത് വളരെ പ്രഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ വൈകിപ്പോയി എന്ന് പറയുന്ന ഈ നിമിഷം പോലും നിങ്ങൾ സമയം പാഴാക്കി കളയുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ ആണെന്ന് ഒന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ചാപ്റ്റർ വളരെ അൺസാറ്റിസ്ഫൈഡ് ആയ, വളരെ ടെൻസ്ഡ് ആയ, അല്ലെങ്കിൽ വളരെ ബോറടിക്കുന്ന, ഒരുപാട് സാഡ്നെസ് നിറഞ്ഞൊരു ചാപ്റ്റർ ആയിരിക്കും. നിങ്ങൾ വളരെ വിരസമായി ഓരോ പേജസ് ആയിട്ട് മറിച്ച് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയായിരിക്കും. പക്ഷേ അത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ ഇനി വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ വളരെ സർപ്രൈസ് ആണ്. അതിലെന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് അത് വായിച്ചു തുടങ്ങിയാലേ അറിയാവൂ. ചിലപ്പോൾ അതിൽ ഒരുപാട് ഹാപ്പിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സർപ്രൈസസ് ആയിരിക്കും. നമ്മൾ പക്ഷേ ആ ചാപ്റ്റർ വായിച്ചു തുടങ്ങിയാലല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പുതിയ ചാപ്റ്റർ ഇന്നു മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങുക. നമുക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ആ ചാപ്റ്റർ വായിക്കാൻ തുടങ്ങിയ ഏറ്റവും നല്ല സമയം ഈ നിമിഷമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമ്മുടെ മുമ്പേ 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾ യാതൊരു റിസ്ക്കും ഇല്ലാതെ വളരെ കംഫർട്ട് സോണിൽ നമ്മുടെ ലൈഫ്, ഡെയിലി ലൈഫ് അതൊന്നും ബ്രേക്ക് ചെയ്യാത്ത വളരെ സുഖമായിട്ടുള്ള ഒരു വഴി, യാതൊരു റിസ്ക്കും ഇല്ലാത്തൊരു വഴി. രണ്ടാമത്തത് കുറച്ച് റിസ്ക്കിയാണ്, അവിടെ വിജയവും പരാജയവും ഉണ്ടാവാം. വിജയത്തിനാണ് കൂടുതൽ ചാൻസ്, പക്ഷേ റിസ്ക് കാരണം പരാജയങ്ങൾ സംഭവിക്കാം, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് തിരഞ്ഞെടുക്കാൻ ഏതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളിൽ പലരും ഫസ്റ്റ് വഴിയായിരിക്കും, യാതൊരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് വളരെ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോവാം. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള യാതൊരു റുട്ടീനും ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും 80%. പക്ഷെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള പല മഹത് വ്യക്തികളും, പല ലീഡേഴ്സും, ഇതുപോലുള്ള മഹാന്മാരൊക്കെ തിരഞ്ഞെടുത്തത് അസാധാരണമായി നമ്മൾ വിജയത്തിലേക്ക് എത്തുന്ന 2ാമത്തെ വഴിയാണെന്ന് ഓർക്കുക. കാരണം ആ വഴിയിൽ റിസ്ക് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ പല കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈഫിൽ ഏതെങ്കിലും ഒക്കെ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും, നമുക്ക് നമ്മളെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോയ്സ് വന്നാൽ 2ാമത്തെ വഴി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിർണായകമായ നിമിഷം ഈ നിമിഷമാണ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ദാരിദ്ര്യത്തിൽ പിറന്ന് 3-ാം വയസ്സിൽ അച്ഛൻ മരിച്ച തയ്യൽക്കാരനായി ജീവിതം തുടങ്ങിയ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല. വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് കണക്കും ലാംഗ്വേജസും ഒക്കെ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം യാതൊരു കാര്യങ്ങളും, ലൈഫ് എങ്ങോട്ട് പോകും, എന്തായി തീരുമെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ആ മനുഷ്യൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്? അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ലെങ്കിൽ അതൊരു കെട്ടുകഥയായല്ലേ തോന്നുന്നത്, അവിശ്വസനീയമായി തോന്നുന്നതല്ലേ? 1865 എബ്രഹാം ലിങ്കന്റെ വധത്തിന് ശേഷം ഇതുപോലെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രൂ ജോൺസൺ എന്നാണ്. അദ്ദേഹം 4 വർഷം അവിടെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഞാൻ ഇതുപോലൊരു വഴിയിൽ എത്തിച്ചേരും എന്ന്. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല.
പക്ഷേ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ചിന്തകളാണ് അദ്ദേഹത്തിനെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുക. നമ്മളിൽ പലർക്കും ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതുപോലൊരു വഴി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു വഴി തിരഞ്ഞെടുക്കാം. അതിന് ഒട്ടും വൈകിട്ടില്ല. ഒരു കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക, ഇന്ന് ഈ നിമിഷം ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. എൻ്റെ മകൻ തിരുവനന്തപുരത്ത് നാട്യവേദ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവൻ അവിടെ മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്, വയലിനൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവിടാനും തിരിച്ച് പിക്ക് ചെയ്യാനും ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ, അവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർ, മ്യൂസിക്, ഡാൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇതുപോലുള്ള പഠനങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരാളിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എത്ര വയസ്സായിരിക്കും. അപ്പോൾ അതിനുശേഷം അവരുടെ ലൈഫിൽ ആ ഒരു പാഷൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അതിനവർ സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിലും അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡാൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക് ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ 35-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എവിടെയാണ് സമയം വൈകിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അവർ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അവരതിന് സമയം കണ്ടെത്തുന്നു, ഇത്രയും പോസിറ്റീവായിട്ട് ലൈഫ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ നമുക്കത് അത്രയും പോസിറ്റിവിറ്റി കാണുമ്പോൾ തന്നെ നമുക്കത് എന്ത് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണെന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ പാഷൻ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്, നടക്കാതെ പോയതാണ്, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ മ്യൂസിക് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബജീവിതം, ഇപ്പോൾ ഭാര്യ, അമ്മ, ഇങ്ങനെയൊക്കെയുള്ള പല വേഷപ്പകർച്ചകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ വിദ്യാഭ്യാസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ സമയം വൈകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ സാക്ഷരതാ മിഷൻ്റെ SSLC തുല്യതാ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിലെ പഠിതാക്കളിൽ പലരും 50-55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അതിൽ പലരുടെയും മക്കളുടെ വിവാഹം കഴിഞ്ഞു, കൊച്ചുമക്കളായി, പലരുടെയും മക്കൾ +2 ഡിഗ്രി അതിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു അത്രയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, കുടുംബം നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോളിഡേയ്സിലാണ് അവർക്ക് ക്ലാസ് വരുന്നത്, സൺഡേ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലാണ് അവർക്ക് ക്ലാസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ഇതുപോലെ ഒരു ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് അതിന് ബുക്സൊക്കെ വാങ്ങി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ പഠിക്കാൻ റെഡിയായി വരുന്നു എന്ന് കാണുന്നത് തന്നെ എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രായത്തിൽ വീണ്ടും SSLC, അത് അവരുടെ ലൈഫിൽ അവർ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് ജയിക്കാത്ത ആൾക്കാരാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ SSLCയുടെ ഒരു ഇക്വാളിറ്റി പരീക്ഷ അല്ലെങ്കിൽ ഈ തുല്യതാ പരീക്ഷ എന്തുകൊണ്ട് ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾ സമയം തിരഞ്ഞെടുത്തു? എന്തായാലും അതിന് നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈയടിച്ചു. അപ്പോൾ അതിൽ പലരും അവരുടെ മുഖത്തെ സന്തോഷം കാണുമായിരുന്നു. എന്നിട്ട് അതിൽ പലരും പറയുന്നത്, ടീച്ചറെ ക്ലാസ് അന്ന് പഠിക്കാൻ മനസ്സ് തോന്നിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അത് കഴിഞ്ഞ ഉടനെ വിവാഹമൊക്കെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചു വീട്ടുകാരെ, പിന്നെ പോയിടത്ത് ഡിഗ്രി അല്ലെങ്കിൽ +2 അതൊന്നും മുമ്പോട്ടൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെ പഠിത്തം അവിടെ നിന്ന് പോയതാണ്. അപ്പം ഞങ്ങളുടെ മക്കളെയൊക്കെ ഓരോയിടത്ത് അഡ്മിഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ അച്ഛൻ്റെ അമ്മയുടെയും ക്വാളിഫിക്കേഷൻസ് പല ഫോമിലും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവിടെ ആ കോളത്തിൽ SSLC ഒന്ന് എഴുതണം, അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അവർ ഈ ഒരു ക്ലാസ്സിന് വരുന്നത്. അപ്പോൾ ഈ ഒരു അവരുടെ ചിന്താഗതി, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലൊക്കെ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചു. അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻറ്റ് വേണമെന്ന് തോന്നി, അല്ലെങ്കിൽ മക്കളെ ഇനി ഒരു സ്ഥലത്ത് അഡ്മിഷന് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ക്വാളിഫിക്കേഷൻ അവിടെ SSLC എന്ന് എഴുതണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി, ആ ഒരു പോസിറ്റിവിറ്റിയാണ് അവരെ ഈ ക്ലാസ്സുകളിൽ എത്തിച്ചത്. അങ്ങനെ 50-55 വയസ്സായ ആൾക്കാർ അതിനുവേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എവിടെയാണ് സമയം താമസിച്ചു പോയത്? എന്തുമാത്രം നിങ്ങളുടെ മുമ്പിൽ ഇനിയും സമയം ബാക്കിയുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്താരീതിയാണ് മാറ്റേണ്ടത്. വൈകിട്ടില്ല, സമയം താമസിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വയലിനോ ഡാൻസോ പാട്ടോ ഇൻസ്ട്രുമെൻറ്റ്സോ ഡ്രോയിങ്ങോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, എന്തിലാണോ നിങ്ങളുടെ കഴിവെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സമയമല്ല വൈകിട്ടുള്ളത്, നിങ്ങളുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുകയാണ് വേണ്ടത്, നിങ്ങളുടെ ചിന്താരീതികൾ മാറ്റുകയാണ് വേണ്ടത്.
അതൊരു ട്രൂ പർപ്പസിനുള്ള ഒരു കാര്യം ആണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ശരിക്കും അതിലൊരു ആഗ്രഹമുണ്ട്, എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് തുടർന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് ഇനിയും മുമ്പോട്ട് ഒരുപാട് പോകാനുണ്ട്, തുല്യതാ പരീക്ഷ അത് SSLC എഴുതാം, +2 എഴുതാം, അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ധാരാളമുണ്ട്, അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? പഠനത്തിന് ഏജ് എന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നമേ അല്ല. ഏജ് എന്നുള്ളത് അതിന് ഒരു നമ്പർ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാം. ഒരു പുതിയ അറിവ് പഠിക്കുന്നതിന് 20 വയസ്സ് വരെ പഠിക്കാവോ, 30 വയസ്സ് വരെ പഠിക്കാവോ, ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതിനൊരു ഏജ് ലിമിറ്റും ഇല്ല. അതിനുവേണ്ടി ഇപ്പോൾ ഒരുപാട് വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഓരോരുത്തരുടെയും മുമ്പ് തുറന്നു കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മുടെ മൈൻഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ഞാൻ 45 വയസ്സായി, എനിക്കിനി ഒന്ന് SSLC പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഡാൻസ് പഠിക്കാൻ പോകണം. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അയ്യോ, ആൾക്കാരെന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്ത് പറയും, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, ഇങ്ങനെ അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്, മറ്റൊരാളിന് വേണ്ടിയല്ല. അത് മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരാൾ പറയുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ ചിന്തകൾ അവരുടേത് മാത്രമാണ്. നമുക്ക് അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. മനുഷ്യന് അങ്ങനെ ഒരു കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്തിനങ്ങനെ പേടിക്കണം, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയുള്ള ചിന്തകൾ? മറ്റുള്ളവരെ പറ്റി നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി, മറ്റുള്ളവരെ പറ്റി ഞാൻ ബോധർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ആദ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പലരെയും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് പാട്ട് പാടാൻ തോന്നിയാൽ അത് പ്രാക്ടീസ് ചെയ്യുക, പാടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഓണം പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഡാൻസോ അല്ലെങ്കിൽ അവിടെ കരോക്കെ ആയിട്ട് പാട്ട് പാടാനോ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനോ തിരുവാതിര കളിക്കാനോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ അത്രയും താല്പര്യമുള്ളവരാണ്, കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒന്നിനും പിറകോട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനും സമയം താമസിച്ചിട്ടില്ല അല്ലെങ്കിൽ സമയം വൈകി പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പുതിയ കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സോ ഡാൻസോ മ്യൂസിക്കോ ഡ്രോയിങ്ങോ എന്ത് പഠിക്കണമെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി ആ സമയം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങണം, പുതിയൊരു സ്റ്റോർ തുടങ്ങണം എങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 45 വയസ്സായി, നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ഒരുപാട് വൈകിപ്പോയി, അങ്ങനെയൊന്നുമില്ല. വിവാഹം കഴിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഏജ് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? 25 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ 20 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചിരിക്കണം, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. 45 വയസ്സായി പോയി എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ലൈഫിൽ അവസാന കാലത്തൊന്നും ആരുടെയും തുണയില്ലാതെ വളരെയധികം നമ്മൾ വിഷമിച്ച് ആ ഒരു ഏകാന്ത ജീവിതത്തിലോട്ട് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളെപ്പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി നിങ്ങളുടെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളിനെ കണ്ടെത്തി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒറ്റപ്പെട്ട് കഴിയുന്നതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളൊരു വിവാഹം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഭർത്താവ് മരിച്ച്, എനിക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്, എനിക്ക് ഭർത്താവ് മരിച്ച് 2 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയച്ച ഒരമ്മ. അപ്പോൾ 2 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചു. അവർ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. അവർ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവർക്ക് അമ്മയെ കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല. അമ്മ വീട് വിട്ടു പോകാനും വില്ലിങ് അല്ല. അപ്പോൾ മക്കൾക്ക് എന്നും ടെൻഷനാണ്. അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അപ്പോൾ ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് ഏജൊന്നും ആയിട്ടില്ല. അമ്മ ചെറിയ പ്രായത്തിലെ വിവാഹം കഴിഞ്ഞൊരു അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഒരു ഏകാന്ത ജീവിതം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമം കണ്ടിട്ട് മക്കൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അമ്മയെ ഒരു രണ്ടാമതൊരു വിവാഹത്തിലേക്ക് എത്തിക്കുകയാണ്. അല്ലെങ്കിൽ അത് തീരുമാനിച്ച് മക്കൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു വിവാഹം അവർ നടത്തുകയാണ്. അപ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തത, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടൽ, ഒന്ന് സംസാരിക്കാൻ പോലും വീട്ടിൽ ആരുമില്ലാത്ത ഒരവസ്ഥ, അവരതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഒരു തീരുമാനമെടുത്തപ്പോൾ അവരതിന് തയ്യാറാകുമ്പോൾ കാണുന്ന ആൾക്കാർക്കും നാട്ടുകാർക്കും സൊസൈറ്റിക്കും ഒക്കെയാണ് അതിൽ ബുദ്ധിമുട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ വിഷമത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാരാരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ ഇതിൽ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് ആകെ ഉണ്ടായിരുന്നത് നമ്മൾ എപ്പോഴും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 1-2 ആൾക്കാരായിരിക്കും.
അല്ലാതെ ഒരിക്കലും നമ്മളെ ഒന്നിനും ഹെൽപ്പ് ചെയ്യാൻ വരാത്ത ആൾക്കാരെ എന്തിന് ഇതുപോലൊരു കാര്യത്തിൽ ക്രിറ്റിസിസം പറയണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ എന്തിനാ അവരങ്ങനെ ചെയ്തു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രായത്തിൽ ആ അമ്മയെ സേഫ് ആക്കാൻ, അവർ അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ ഒന്നും കൊണ്ടാക്കിയില്ലല്ലോ, അമ്മയെ ഒന്ന് സേഫ് ആക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു കുടുംബമായിട്ട് സന്തോഷമായിട്ട് അവർ ലൈഫ് ലോങ് ഇനി എത്രയോ വർഷങ്ങൾ അവർക്ക് ജീവിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ മക്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്രയും പോസിറ്റീവായിട്ടൊരു തീരുമാനം ആ മക്കൾ എടുത്തതിന് അവരെ നമ്മൾ അപ്രിസിയേഷൻ അല്ലേ അവർക്ക് കൊടുക്കേണ്ടത്? അവരെ ക്രിറ്റിസിസം പറയുകയാണോ വേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ വന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും എന്നൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്. സമയം വൈകിട്ടില്ല. വേറൊരു എക്സാമ്പിൾ വരട്ടെ. ഒരു ആർഭാടമായിട്ട് വളരെ കെങ്കേമമായിട്ട് നടത്തിയൊരു വിവാഹമാണ്. ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി നടത്തിയതാണ്. വളരെ നല്ല സദ്യ അല്ലെങ്കിൽ നല്ല ആഡംബരത്തോടു കൂടി നടത്തിയ കല്യാണം. അപ്പോൾ ആ ഒരു വിവാഹത്തിന് വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അവിടെ വരുന്ന ആൾക്കാർ എന്ത് നന്നായിട്ട് നടത്തിയാലും സദ്യയൊക്കെ നിറയെ കഴിച്ചിട്ട് പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു 10 കുറ്റം അതിനെപ്പറ്റി പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ഒരു നേച്ചറാണ് അതൊന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല ആൾക്കാരും നമ്മൾ പുറമേ കാണുന്നത് പോലെ അവർ ഭയങ്കര ഹാപ്പി അല്ല അവരുടെ ലൈഫിൽ. അവർ വളരെ അൺസാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ തൃപ്തരല്ല. അവർ വളരെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് പറയാനേ അറിയൂ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മൾ എത്ര മോശം ചെയ്താലും അവിടെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ വരും. ആ ആൾക്കാരുടെ ഒന്നും പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ വിവാഹത്തിന് തന്നെ വന്ന് ഇത്രയും കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് അവരെ വിളിച്ചു നിർത്തി അവരെ തിരുത്താനോ അല്ലെങ്കിൽ പിന്നെ അവരെ നന്നാക്കാനോ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിനെ അർഹിക്കുന്ന അവഗണനയോടെ അതിനെ പുച്ഛിച്ച് കളയുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ശുഭകരമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ തീരുമാനങ്ങൾ മാത്രം ലൈഫിൽ എടുക്കുക. ഒരിക്കലും അതിനെപ്പറ്റി ഞാൻ എടുക്കുന്നത് തെറ്റായി പോവുക, സമൂഹം എന്ത് പറയും എന്നുള്ള ചിന്തകൾ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക. ഇനി കുറച്ച് ഏജ്ഡായ അമ്മമാരോട് പറയട്ടെ, അവർക്ക് എന്താണ് ചുരിദാർ, ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറയാം. ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഓരോ ഡ്രസ്സ് ഇടുക എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതിൽ മറ്റൊരാൾ അവരുടെ ഡ്രസ്സിൽ കംഫർട്ട് ആണെങ്കിൽ മറ്റൊരാൾ അതിൽ അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് കുറച്ച് ഏജ്ഡാണ്, അവർക്ക് ചുരിദാർ ഇടാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോഴോ ജോലി ചെയ്യുമ്പോഴൊക്കെ ചുരിദാർ വളരെ കംഫർട്ടായ ഡ്രസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് പറയുക, നമ്മുടെ ആത്മവിശ്വാസം അവരെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് അവരോട് പറയുക. അല്ലാതെ നമ്മൾ നാട്ടുകാരോടും നമ്മളെ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരോടും നമ്മളിതൊന്നും പറയാൻ നടക്കേണ്ട ആവശ്യമില്ല. അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചുരിദാർ ഇടാൻ തോന്നിയാൽ പോയി ഒരു ചുരിദാർ വാങ്ങുക, ഇട്ട് നോക്കുക. നമ്മൾ കംഫർട്ട് ആണെങ്കിൽ ഓക്കെ, അതിന് ആരെന്ത് പറയാനാണ് എന്ന് ചിന്തിക്കുക. ഒരിക്കലും മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് അവരെ നന്നാക്കാനോ അല്ലെങ്കിൽ അവരെ പോസിറ്റീവ് ആക്കാനോ ആ ഒരു കാര്യം അങ്ങ് വിട്ടേക്കുക. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നുള്ളത്. നമ്മൾ എങ്ങനെയായിരിക്കണോ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തികളും ഇങ്ങനെ തീരുമാനിച്ചാൽ തന്നെ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പല ആൾക്കാരും അവരുടെ ചിന്തകൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ല, ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാർ പലതിലും നെഗറ്റിവിറ്റി കണ്ടെത്തും, മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നടക്കും. നമ്മൾ എന്തിനാണ് അവരെ ശ്രദ്ധിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ സമയം തികയുന്നില്ല എന്ന് പരാതിയുള്ളവരാണ് പലരും. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവരെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മളെ ആദ്യം ഇഷ്ടപ്പെട്ട് തുടങ്ങുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം ചിലവാക്കുക, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയുക, സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, മോർണിംഗ് വാക്ക് ശീലമാക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അഫർമേഷൻസ് അതൊക്കെ ചെയ്യുക, അതൊക്കെ കേൾക്കുക. നമുക്ക് ലൈഫിൽ ഫ്രീഡം ഉണ്ട്, അത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെപ്പോഴും മറ്റുള്ള ആൾക്കാരെ പറ്റി ബോധർ ചെയ്ത് അല്ലെങ്കിൽ സമയം താമസിച്ചു എനിക്ക് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിഷമിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ നിമിഷം, പ്രസന്റ് ലൈഫിൽ ഈ നിമിഷം, അതിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ് മറ്റൊരാളുടെ കയ്യിലല്ല, അല്ലെങ്കിൽ ആ സന്തോഷം ആരും നമുക്ക് കൊണ്ടുതരില്ല. അതിപ്പോൾ മനസ്സിലാക്കുക. മറ്റൊരാളിനെ നമ്മളെ സന്തോഷപ്പെടുത്താൻ പറ്റില്ല. അഥവാ സന്തോഷപ്പെടുത്തിയാലും
അത് വളരെ ചെറിയ സമയത്തേക്ക് ആ സന്തോഷം നീണ്ടു നിൽക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഹാപ്പിനെസ്, ഇന്നർ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക്, പിന്നെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് ഒന്നും സമയം വൈകിട്ടില്ല, അല്ലെങ്കിൽ അതിനൊന്നും സമയം ഒരു തടസ്സമല്ല. ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ നമുക്കത് ഈ നിമിഷം മാറ്റാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫാണ് അത്, അതിൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ മുമ്പോട്ട് കൊണ്ടുപോയി ആ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വിഷയമായിട്ട് നിങ്ങളോട് ഇന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ലൈഫിൽ ഒന്നിനും സമയം വൈകിട്ടില്ല. നമ്മുടെ മുമ്പേ ഇനിയും സമയം ഒരുപാട് ബാക്കിയാണ്. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ ചിന്തകളെയാണ് ഒന്ന് മാറ്റേണ്ടത്. ഒന്ന് മാറി ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.